മനോഹരവും വളരെ സമൃദ്ധവുമായ കാടായിരുന്നു കുയിലമ്മ കാട്. എന്നാൽ ആ കാട്ടിലെ മൃഗങ്ങൾ പരസ്പരം തങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട മൃഗങ്ങളുമായി സൗഹൃദം പുലർത്തിയിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റൊരു ജീവി എന്ത് അപകടത്തിൽ പെട്ടാലും മറ്റുള്ളവർ അത് ശ്രദ്ധിക്കാറില്ലായിരുന്നു. ആയതിനാൽ ഒന്നിച്ചു നിൽക്കാത്ത ഈ മൃഗങ്ങളെ എന്നും മനുഷ്യർ ഈസി ആയി വേട്ടയാടിയിരുന്നു. എന്നാൽ അത് മനസ്സിലാക്കാൻ ഉള്ള വിവേകം അവർക്കില്ലായിരുന്നു. ആ മനോഹരമായ കാട്ടിൽ ആയിരുന്നു ചോച്ചുമുയൽ താമസിച്ചിരുന്നത്. എന്നാലും തൻ്റെ വനത്തിൻ്റെ ആ തിന്മകളൊന്നും ചോച്ചുമുയലിനെ ബാധിച്ചിരുന്നില്ല. തൻ്റെ മനോഹരമായ വനത്തിൻ്റെ മുക്കിലും മൂലയിലും പര്യവേക്ഷണം ചെയ്തുകൊണ്ട് ചുറ്റിക്കറങ്ങാൻ ചോച്ചുമുയൽ ഇഷ്ടപ്പെട്ടു. ഒരു ദിവസം ചോച്ചുമുയൽ കാട്ട് അരുവിക്ക് അരികിലേക്ക് പോയപ്പോൾ വളരെ നേർത്ത ഒരു ചിലപ്പ് കേട്ടു. കൗതുകത്തോടെ ചോച്ചുമുയൽ ശബ്ദം പിന്തുടർന്നു പോയപ്പോൾ അവിടെ മനുഷ്യർ എപ്പോഴോ ഉപേക്ഷിച്ച വലയിൽ ഒരു ചെറിയ പക്ഷി കുരുങ്ങി കിടക്കുന്നത് കണ്ടു. കുക്കു എന്നു പേരുള്ള പക്ഷി വലിയ ആശങ്കാകുലമായ കണ്ണുകളോടെ ചോച്ചുമുയലിനെ നോക്കി. ദയ തോന്നിയ ചോച്ചുമുയൽ കൂക്ക് പക്ഷിയെ സ്വതന്ത്രനാക്കി. അതുവരെയും മറ്റുള്ള ഒരു ജീവികളും തങ്ങളുടെ കുടുംബത്തിന് പുറത്തുള്ള ഒരു ജീവിയെയും അങ്ങനെ സഹായിച്ചിരുന്നില്ല. ആ ചെറിയ പക്ഷി സന്തോഷത്താൽ ചിറകടിച്ചു നന്ദിയുടെ ഈണം മുഴക്കി. നന്ദി ചോച്ചു, നീയാണ് ഈ കാടിൻ്റെയും എൻ്റെയും നായകൻ. കൂക്ക് പക്ഷി പാടി. ചോച്ചുമുയൽ നാണിച്ചു ചിരിച്ചു. ഓ, അതൊന്നും കാര്യമാക്കണ്ട. സുഹൃത്തുക്കൾ പരസ്പരം സഹായിക്കുന്നു, അത്ര തന്നെ. എന്നാൽ തൻ്റെ സഹജീവികളുടെ സ്വഭാവത്തിൽ അതീവ ദുഃഖിതൻ ആയിരുന്ന കൂക്കുപക്ഷി പറഞ്ഞു. ആഹാ, എല്ലാവരും നിന്നെപ്പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ. അന്നു മുതൽ ചോച്ചുവും കൂക്കുവും നല്ല സുഹൃത്തുക്കളായി. അവർ കുയിലമ്മ കാട്ടിലൂടെ തുള്ളിച്ചാടി തിമിർത്തു നടന്നു. മറഞ്ഞിരിക്കുന്ന അനേകം പുൽമേടുകൾ കൂക്ക് പക്ഷി ചോച്ചുമുയലിന് കാണിച്ചു കൊടുത്തു. അവർ ചോച്ചുമുയലിന് താമസിക്കാൻ കൂക്ക് പക്ഷിയുടെ കൂടിനടുത്ത് ഒരു മാളം കണ്ടെത്തി. ഒരു ദിവസം ചോച്ചുവും കൂക്കുവും കാട്ടരുവിയുടെ തീരത്ത് കളിക്കുമ്പോൾ ഒരു കൂട്ടം മൃഗങ്ങൾ ഒരു വലിയ വനോത്സവത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവർ കേട്ടു. എല്ലാവരും ആവേശഭരിതർ ആയിരുന്നു. കാരണം ആ വനത്തിൽ മൃഗങ്ങൾ പരസ്പരം ഒന്നിച്ചു കൂടിയിരുന്നത് ഈ വനോത്സവത്തിനു മാത്രം ആയിരുന്നു. എന്നാലും അവരെല്ലാം തങ്ങളുടെ കുടുംബത്തോടൊപ്പം അങ്ങിങ്ങു മാറി നിൽക്കുമായിരുന്നു. തൻ്റെ തൂവലുള്ള സുഹൃത്തിന് വേണ്ടി എന്തെങ്കിലും പ്രത്യേകമായി ചെയ്യണമെന്ന് ചോച്ചുമുയലിന് തോന്നി. ചോച്ചുമുയൽ ഒരു സർപ്രൈസ് പെർഫോമൻസ് പ്ലാൻ ചെയ്തു. മരങ്ങളിൽ നിന്ന് വീഴുന്ന വർണ്ണാഭമായ പൂക്കളുടെ ഗംഭീരമായ പ്രദർശനമായിരുന്നു ആ പ്രകടനം. എന്നാൽ ഭീമകാരമായ ആ മരച്ചില്ലകൾ എങ്ങനെ ഇളക്കും? ചോച്ചുമുയൽ തൻ്റെ പക്ഷി കൂട്ടുകാരുടെ സഹായം ചോദിച്ചു. തങ്ങളുടെ കൂക്ക് പക്ഷിയെ രക്ഷിച്ച ചോച്ചുമുയലിനെ അവർക്കെല്ലാം വളരെ ഇഷ്ടമായിരുന്നു. പക്ഷിക്കൂട്ടുകാർ ചോച്ചുമുയലിൻ്റെ നിർദ്ദേശപ്രകാരം ഒരുമിച്ച് ചിറകടിച്ചു പറന്നപ്പോൾ അവിടെ മാകെ എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന ഒരു മാന്ത്രിക അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പൂക്കൾ അന്തരീക്ഷത്തിൽ എങ്ങും പാറി പറന്നു. വന്യജീവികൾ ആഹ്ലാദിച്ചു. തങ്ങളുടെ കുടുംബത്തോടൊപ്പം മാത്രം അങ്ങങ്ങു കൂടി നിന്ന എല്ലാ മൃഗങ്ങളുടെയും മുകളിൽ മനോഹരവും നല്ല മണവുമുള്ള ആ പൂക്കൾ വന്നു വീണു. ചോച്ചുമുയൽ പറഞ്ഞു. നോക്കൂ, ഒരു പക്ഷിക്കുടുംബം മാത്രം ഒരുമിച്ച് നിന്നപ്പോൾ എല്ലാവർക്കും ഇത്രയും മനോഹരമായ കാഴ്ച കാണാൻ കഴിഞ്ഞു. എങ്കിൽ ഈ കുയിലമ്മ കാട്ടിലെ എല്ലാ കുടുംബവും ഒന്നിച്ചു നിന്നാൽ ഇതിലും എത്ര ഇരട്ടിയായിരിക്കും മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളും. തങ്ങളുടെ മണ്ടത്തരം മനസ്സിലാക്കിയ എല്ലാ മൃഗങ്ങളും ഒന്നിച്ചുകൂടി ആ വനോത്സവം എന്നത്തേതിലും മനോഹരമാക്കി. കൂക്ക് പക്ഷിയുടെ കണ്ണുകൾ മനോഹരമായ ആ കാഴ്ച കണ്ടു വിടർന്നു. ചോച്ചുമുയൽ അഭിമാനത്താൽ തല ഉയർത്തി നിന്നു. സൂര്യൻ അസ്തമിക്കുമ്പോൾ കുയിലമ്മക്കാടിനു മുകളിൽ ഒരു ചൂടുള്ള പ്രകാശം വീശി. ചോച്ചുവും കൂക്കുവും മൃദുവായ പായൽ കിടക്കയിൽ ഇരുന്നു. ചോച്ചു തൻ്റെ തൂവൽ സുഹൃത്തിനെ നോക്കി പറഞ്ഞു. ഇനി ഒരു വലയും നിങ്ങളെ പിടിക്കില്ല കേട്ടോ കൂക്ക് പക്ഷി. നമ്മുടെ ഈ കാട്ടിൽ സുഹൃത്തുക്കൾ ഇനി മുതൽ പരസ്പരം ശ്രദ്ധിക്കും, സഹായിക്കും. അങ്ങനെ കുയിലമ്മക്കാട്ടിൽ എല്ലാ മൃഗങ്ങളും ചോച്ചുവിനെയും കൂക്ക് പക്ഷിയെയും മാതൃകയാക്കി പരസ്പരം സൗഹൃദത്തിൻ്റെ ഒരു ബന്ധം സൃഷ്ടിച്ചു. അത് വനത്തെ കൂടുതൽ ശോഭയുള്ളതും സന്തോഷകരവുമായ സ്ഥലമാക്കി മാറ്റി. അവരെല്ലാം സന്തോഷത്തോടെ കുതിച്ചു ചാടി.